കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ സഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം 2000 രൂപ ലഭിക്കുന്നവരാണോ നിങ്ങൾ? തീർച്ചയായിട്ടും അറിയിപ്പൊന്ന് ശ്രദ്ധിക്കണം. നമ്മളുടെ സംസ്ഥാനത്ത് 19ാമത്തെ ഗഡു വിതരണം ചെയ്യുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കർഷകർക്ക് ഈ പ്രാവശ്യം തുക ലഭിക്കാതെയാവും. കർഷകരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചില വീഴ്ചകളായിരിക്കാം ഇതിൻ്റെ പ്രധാന കാരണം. അതല്ലെങ്കിൽ നമ്മുടെ കൃഷിഭൂമി വിറ്റുപോയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ സർക്കാർ പറഞ്ഞിരുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാത്തത് മൂലമാകാം. ഇനി അത് മാത്രമല്ല, ചില കർഷകർ വാങ്ങിയ തുക തിരിച്ചടയ്ക്കണമെന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ആരൊക്കെയാണ്, ഏത് രീതിയിലാണ് ജനങ്ങളെ ബാധിക്കുക എന്ന വീഡിയോയിലൂടെ പറയുകയാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ചെറുകിട കർഷകർക്ക് വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണ്. 6000 രൂപ വർഷം 3 ഇൻസ്റ്റാൾമെൻറ്റിലൂടെ 2000 വീതം ലഭിക്കുന്നു. ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അർഹതാ മാനദണ്ഡങ്ങൾ സർക്കാർ പറയുകയുണ്ടായി. പ്രൊഫഷണൽ യോഗ്യതയുള്ളവരോ അല്ലെങ്കിൽ ആദായ നികുതി അടയ്ക്കുന്നവരോ അതോടൊപ്പം തന്നെ മറ്റു പല മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ അറിയിച്ചിരുന്നു. സർവീസ് പെൻഷൻ വാങ്ങുന്നവർ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർ ഇങ്ങനെയുള്ളവർക്കൊന്നും ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയില്ല എന്ന് മുൻപ് തന്നെ അറിയിച്ചിരുന്നതാണ്. ഈ നിയമങ്ങളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ഒരുപാട് കർഷകർക്ക് നോട്ടീസ് വരുന്നത്. അതായത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആദായ നികുതി ഫയൽ ചെയ്തവരാണ് എങ്കിലാണ് ഈ ഒരു നിയമം നമുക്ക് ബാധകമാകുന്നത്. ഗുണഭോക്താവിൻ്റെ പേരിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടായ മറ്റൊരു പ്രശ്നമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് അനർഹരായി മാറ്റപ്പെടും. അതുമാത്രമല്ല, വളരെ വൈകാതെ സർക്കാരിൻ്റെ കത്ത് നമ്മളുടെ ഭാഗത്തേക്ക് ലഭിക്കും. ഇതൊരു റിക്കവറി മാർഗമായിട്ടാണ് വരുന്നത്. അതായത് പലിശയില്ലാതെ തന്നെ വാങ്ങിയ തുക സർക്കാരിലേക്ക് തിരികെ അടയ്ക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ നാളിതുവരെ വാങ്ങിയ 18 ഗഡുക്കൾ അതിലൂടെ 36,000 രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഈ തുക സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണം, സർക്കാർ പറയുന്ന അക്കൗണ്ടിലേക്ക് തിരിച്ചടയ്ക്കണം എന്നൊരറിയിപ്പായിരിക്കും കത്തിൽ ഉണ്ടാവുക. അത് നമ്മൾ തിരിച്ചടച്ചില്ല എങ്കിൽ സർക്കാർ മറ്റു മാർഗ്ഗങ്ങളിലൂടെ, അതായത് നമ്മുടെ സ്ഥലത്തിലൂടെ തന്നെ അല്ലെങ്കിൽ റിക്കവറി തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ, റവന്യൂ റിക്കവറി പോലുള്ള മാർഗ്ഗങ്ങളിലൂടെ ഈ തുക തിരിച്ചു പിടിച്ചേക്കാം. അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് കത്തുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആദായ നികുതി അടയ്ക്കേണ്ടവരാണെങ്കിൽ ഓർത്തുകൊള്ളുക, ആദ്യം പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. നമുക്ക് ഈ ആനുകൂല്യം സറണ്ടർ ചെയ്യാനുള്ള അവസരം PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ ആനുകൂല്യം ഒരുപാട് കർഷകർക്ക് ഈ പ്രാവശ്യം മുടങ്ങുന്നതായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന പുതുക്കൽ സംവിധാനം, അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് എന്ന് പറയുന്ന മറ്റൊരു പ്രധാന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിങ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഒന്ന് സ്റ്റാറ്റസിലൂടെ പരിശോധിക്കുക. നമുക്ക് വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ വഴി ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇത് പരിശോധിച്ച് ഒന്ന് മനസ്സിലാക്കുക. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന ഉറപ്പാണെങ്കിൽ നമുക്ക് സഹായം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. ഈ മാസം തന്നെയാണ് 19ാമത്തെ ഗഡുവായിട്ടുള്ള 2000 രൂപയുടെ വിതരണം നടക്കുന്നത്. 24-ാം തീയതി വിതരണം ചെയ്യുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇനി അധികം ദിവസങ്ങളില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കൃഷിഭൂമി വിറ്റുപോയവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ, അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ട് കരം അടയ്ക്കാത്തവർ, സ്ഥലത്തിൻ്റെ കരം അടയ്ക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള പല കാരണങ്ങളാൽ ഒരുപക്ഷെ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെട്ടേക്കാം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക കൂടി ചെയ്യുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.